ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉപ്പള പാലം മുതൽ പൊസോട്ട് പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യൂ എന്ന് വെച്ചാൽ ഹോസങ്കടി അണ്ടർപാസ്, പിന്നെ പൊസോട്ട് പാലം. ഹോസങ്കടി അണ്ടർപാസിൻ്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പൊസോട്ട് പാലത്തിൻ്റെ അവസാനഘട്ടം ഏകദേശം ഒരു 20 ദിവസത്തിനുള്ളിൽ ഫുള്ള് ഓപ്പൺ ആക്കി കൊടുക്കും. സർവീസ് റോഡ് പാലും പിന്നെ മെയിൻ പാലവും ഒരു പാലവും ഓൾറെഡി ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പാലവും കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ മഞ്ചേശ്വരം പാലം കഴിഞ്ഞ്, അതായത് ഉപ്പള പാലം കഴിഞ്ഞ് നമ്മുടെ മഞ്ചേശ്വരം എക്സൈസ് പോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഏകദേശം ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിനടുത്ത് ടാറിംഗ് പ്രവൃത്തികൾ അതിന് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തിയും കുറച്ച് ഭാഗം ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബാക്കി ഭാഗം ഇവിടെ ഒരു വാള് നിർമ്മിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രാഷ് ബാരിയർ കൂടി നിർമ്മിച്ച ശേഷം ബാക്കിയുള്ള ഫുള്ള് ടാറിംഗ് പ്രവൃത്തികൾ നടക്കുമെന്നാണ് കരുതുന്നത്. അപ്പം സർവീസ് റോഡിൻ്റെ ഏകദേശം പകുതിയോളം പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹൊസങ്കടി ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടെ കടത്ത് വിടാനാണ് ബാക്കിയുള്ളത്. ആ ഭാഗത്ത് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും വർക്കുകൾ അതിവേഗമാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോ കിട്ടുകയുള്ളൂ. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഇപ്പോൾ നിലവിൽ കാണുന്നത് ഹൊസങ്കടി ഭാഗത്ത് ദൃശ്യങ്ങളാണ്. ഇവിടുന്ന് സർവീസ് റോഡ് ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഇതുവരെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ, അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ എന്നാണെങ്കിൽ ഹൊസങ്കടി ഓവർപാസിൻ്റെ ഭാഗത്തു കൂടിയാണ് ഇനി സർവീസ് റോഡ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. അപ്പം മെയിൻ റോഡിൻ്റെ ഏകദേശം ഹൊസങ്കടി ഓവർപാസിൻ്റെ അടുത്തോളം ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. കാണാം. ഇപ്പോൾ ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെയും റീറ്റേൺ വാളിൻ്റെയും നിർമ്മാണമാണ് ഒരേ ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മണ്ണിട്ട് ഏകദേശം ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഓവർപാസ് വരെയാണ് ഇനിയിപ്പോൾ ഈ സോയിൽ നെയിൽ പ്രവൃത്തികൾ നടക്കേണ്ടത്. സോയിൽ നെയിൽ പ്രവൃത്തികളാണ് നടക്കുന്നത്. കാരണം വാള് നിർമ്മിക്കുകയില്ലെന്ന് തോന്നുന്നു. അപ്പം സോയിൽ നെയിലിന് വേണ്ടിയിട്ടുള്ള ഹോളുകൾ ചെയ്യുന്ന പ്രവൃത്തി ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പം കുറച്ച് വരെ ഈ വെറ്റ് മിക്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. അതിപ്പോൾ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇനി കുറച്ച് പണിയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് കുറച്ച് ഫസ്റ്റ് ഈ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇപ്പോൾ നെട്ടിട്ട് പിന്നെ അതിൻ്റെ കപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നീട് വീണ്ടും കോൺക്രീറ്റ് ഇനിയും ചെയ്യാനുണ്ട്. അതായത് നെറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം കൂടുതൽ അപ്ഡേഷൻ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഇനിയിപ്പോൾ നമുക്ക് പൊസോട്ട് പാലത്തിൻ്റെ പ്രവൃത്തികളാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പം ബാക്കിയുള്ള വർക്കാണ് ഇനിയിപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത്.
പൊസോട്ട് പാലത്തിൻ്റെ അവസാനഘട്ട കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇപ്പം നിലവിലിപ്പം അവസാനത്തെ ഈ കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സ്ലാബിൻ്റെ പ്രവൃത്തിയും കൂടി നടക്കാൻ ബാക്കിയുണ്ട്. ഈ പാലം കഴിഞ്ഞപ്പാടുള്ള കുറച്ച് സ്ലാബിൻ്റെ പ്രവൃത്തി നടക്കാൻ ബാക്കിയുണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റിക് പാട് ഒട്ടിക്കുന്നത് ബാക്കിയുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. മാസ്റ്റിക് പാട് കഴിഞ്ഞ ശേഷം ടാറിങ് പ്രവൃത്തി, പിന്നെ അത് കഴിഞ്ഞാൽ ഈ സ്പാനുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അതും കഴിഞ്ഞാൽ പിന്നെ പാലം നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അതാണിപ്പോൾ പ്രവൃത്തികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പാലത്തിൻ്റെ മറുവശത്ത് കുറച്ചും കൂടി ടാറിങ് വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് സ്പാനുകൾ തമ്മിലുള്ള ജോയിൻ്റ് പ്രവൃത്തികൾ കഴിഞ്ഞ ശേഷമായിരിക്കും ബാക്കിയുള്ള ടാറിങ് പ്രവൃത്തികൾ ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രവൃത്തിയും കൂടി കാണാം.
ഈ ഭാഗങ്ങളിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് തൊഴിലാളികൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ്, അതായത് വർക്കിൽ തന്നെ അവർക്ക് നല്ലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നല്ല ഒരു ഹാപ്പിയാണ് അവർ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടം ലൈക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.